ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറേ ദിവസമായി ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇടുന്നില്ല, ഷോർട്സ് മാത്രമായിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിനൊക്കെ അത്യാവശ്യം നല്ല റീച്ച് കിട്ടുന്നുണ്ട്. ലൈക്ക് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഞങ്ങൾ ഒരു അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇത് രാവിലെ ഏർലി മോർണിംഗ് 5:30 ആണ് കേട്ടോ ഈ ടൈം വരുന്നത്. അപ്പോൾ നമ്മൾ 4 പേരും കൂടി കുളിച്ച് ഫ്രഷായി നമ്മൾ സാരിയൊക്കെ എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ബസ്സിലേക്ക് വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 40-45 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ കാലിക്കറ്റ് മുഫ്യൂസിൽ ബസ് സ്റ്റാൻഡ്, അതായത് കാലിക്കറ്റ് ന്യൂ ബസ് സ്റ്റാൻഡാണ്, അവിടെ എത്തും. അപ്പോൾ നമ്മൾ ഇനി ഞാൻ സസ്പെൻസ് ഇടുന്നില്ല. ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന അമ്പലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിലുള്ള തിരൂരിലെ ഒരു ആലത്തിയൂർ ഹനുമാൻ കോവിലുണ്ട്. അപ്പം അവിടെ പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ പാട്ടൊക്കെ കേട്ടിട്ടാണ് ബസ്സിനെ അങ്ങനെ പോയിട്ടുണ്ടിരുന്നത്. അപ്പോൾ ബസ് അവിടെ സ്റ്റാൻഡിൽ എത്തിയതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ക്രോസ് ചെയ്ത് നമുക്ക് തിരൂർ ബസ്സായിരുന്നു കയറേണ്ടിയിരുന്നത്. അപ്പോൾ ഞങ്ങൾ തിരൂരിലേക്കുള്ള ബസ് കയറി ഇരുന്നതിന് ശേഷം അവിടെ ഒരു 10 മിനിറ്റ്സോളം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 7 മണിക്കാണ് ആ ബസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുവരെ ഞങ്ങൾ ബസ്സിൽ ഇരിക്കുകയായിരുന്നു ചെയ്തത്. ദെൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് കേട്ടോ ഈ ഒരു അമ്പലത്തിനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാലും അവിടെ ഒന്ന് പോയി നോക്കാമെന്നുള്ളൊരു തോട്ട് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫാമിലിയായിട്ട് ഷെയർ ചെയ്തപ്പം അവർക്ക് എല്ലാവർക്കും ഓക്കെ ആയി. ദെൻ അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു ട്രിപ്പ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം ആദ്യമായിട്ടാണ് ഞങ്ങൾ ഏറ്റവും ഫസ്റ്റ് ടൈമാണ് ഈ ഒരു അമ്പലത്തിലേക്ക് പോകുന്നത്. അപ്പം വേറൊരു ഡിസ്ട്രിക്റ്റാണ്. ഞാനിതുവരെയും ഒരു ഹനുമാൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ടില്ല. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു ഹനുമാൻ ക്ഷേത്രമൊക്കെ ഉള്ളൊരു കാര്യമൊക്കെ. അപ്പം അവിടെ ഒന്ന് ജസ്റ്റ് പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ ഗൂഗിളിൽ ചെയ്ത് നോക്കിയ സമയത്ത് അവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് എന്താ പറയുക, നമ്മുടെ ശ്രീരാമൻ ഹനുമാന് വേണ്ടിയിട്ട് ലങ്കയിലേക്ക് പോകാനുള്ള പ്ലാനുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും, അപ്പോൾ ഹനുമാൻ അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെവി ഓർത്തിരിക്കുന്ന ആ ഒരു സങ്കല്പമാണ് അവിടെ ഉള്ള ഒരു പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ കേട്ടു. പിന്നെ അത് അവർ തമ്മിൽ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മണൻ കുറച്ചും കൂടി മാറി പ്രതിഷ്ഠിച്ചു ലക്ഷ്മണൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് വേണം നമുക്ക് അമ്പലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. സോ ഇവിടെ ഓട്ടോസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. നമുക്കത് കയറിയിട്ട് ഒരു 40 റുപ്പീസ് എങ്ങാണ്ടാണെന്ന് ചാർജ് ഞങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഒരു പോക്കറ്റ് റോഡിനാണ് പോകുന്നത്. 2 സൈഡിലും വീടുകളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ വയലാണ് കേട്ടോ, നല്ല വയലും കാര്യങ്ങളും. ആ ഒരു സീനറി എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഓട്ടോ ചെറിയൊരു ഓട്ടോ ആയത് കാരണം എൻ്റെ അനിയത്തി എൻ്റെ മടിയിലിട്ട് ഇരുന്നിട്ടാണ് കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ സ്പോട്ട് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച ഹനുമാൻ കോവിൽ. അപ്പോൾ ഞങ്ങളെ അവിടെ നേരെ ഇറക്കി തന്നിട്ട് അങ്ങനെ അമ്പലത്തിലൊക്കെ കയറി തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ അതിനടുത്തൊരു കുളമൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയി നോക്കി. അപ്പോൾ നമ്മൾ കുളത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊരു പിക്കെടുക്കലും അതുപോലെ തന്നെ കുളത്തിലിറങ്ങലും ഒക്കെ ഒരു മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. സോ ഞങ്ങൾ അവിടെ നിന്ന് അച്ഛൻ കഴുകി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒരു വീഡിയോ ആക്കിയിട്ട് എടുക്കാം എന്ന് വിചാരിച്ച് അനീതിനെ കൊണ്ട് വീഡിയോ ഒക്കെ എടുപ്പിച്ചു. ഭയങ്കര സ്ലിപ്പറി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിക്കും വീണ് പോകുന്നൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, അതൊക്കെ ഒരു രസമല്ലേ, നമ്മൾ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ കുളമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കാലൊക്കെ കഴുകുക എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു വൈബ് തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു വീണാലും വേണ്ടിയില്ല, ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം അനിയത്തിനോട് ഞാൻ പറഞ്ഞു, എന്നാൽ നീയും ഇറങ്ങിക്കോ, ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ അവളെയും കൊണ്ട് ഇറക്കിപ്പിച്ചു. ദെൻ അമ്മ ഇറങ്ങി ഒന്നുമില്ല കേട്ടോ, ജസ്റ്റ് അവിടെ അങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഞങ്ങൾ പിന്നെ 2 പേരും കൂടി സെൽഫീസൊക്കെ എടുത്ത് പിന്നെ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പം അമ്മയ്ക്ക് ഒരാഗ്രഹം ഇറങ്ങി നോക്കണമെന്ന്. അപ്പോൾ ഞങ്ങൾ ഏതായാലും കുറച്ച് നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുളത്തിൻ്റെ ഭംഗിയൊക്കെ നമ്മൾ കുറേ ഷൂട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം അമ്മയ്ക്ക് പറഞ്ഞു എന്നാൽ ജസ്റ്റ് ഒന്ന് അമ്മയ്ക്ക് ഇറങ്ങി നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അമ്മയും കൂടി വീണ്ടും ഇറങ്ങാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ അമ്മ കാല് കഴുകിയപ്പോൾ ഞാനും ഒന്നുകൂടി ഞാൻ ആദ്യം ഒന്ന് ഇറങ്ങിയത് കൊണ്ട് തന്നെ എനിക്ക് ജസ്റ്റ് രണ്ടാമത് ഇറങ്ങാനൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. എങ്ങാനും ഈ ഒരു അറ്റംപ്റ്റിൽ ഞാൻ വീണ് പോയിട്ടുണ്ടെങ്കിലോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം വീണ് കഴിഞ്ഞാൽ നമ്മൾ സാരിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വീഴുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ഒരു ചമ്മലുള്ള കാര്യമല്ലേ. അപ്പം ഞാൻ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരം വീണൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി
നേരെ ഞങ്ങൾ ഈ ഒരു ആൽമരം, ഇത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ആൽമരമാണ്. കുറച്ച് നേരം കൂടി അവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് ടൈം അനുവദിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ജസ്റ്റ് ആ ആൽമരമൊക്കെ ഒന്ന് ജസ്റ്റ് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ദെൻ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇതുപോലുള്ള മാർക്കറ്റുകളുണ്ടല്ലോ സൈഡിൽ, അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആലത്തൂർ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പം ഇവിടെ കുറേ കീ ചെയിൻസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതായത് ഗദയുടേതും അതുപോലെ തന്നെ ഹനുമാൻ്റെ ഇതൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് കീ ചെയിനൊക്കെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു കീ ചെയിൻ ഉണ്ട്. അതായത് ഒരു ഹനുമാൻ ഗദയും പിടിച്ച് നിൽക്കുന്നൊരു കുഞ്ഞൊരു കീ ചെയിൻ ഉണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പം ഞാൻ അങ്ങനത്തെ ഒന്നാണ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്കിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ബാക്കി എല്ലായിടത്തുനിന്നും കിട്ടുന്ന ഒരു സംഭവമല്ല. ഇതാകുമ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ കടയിൽ നിന്ന് അത് വാങ്ങിച്ച് ഇറങ്ങുമ്പോൾ അടുത്ത കടയിൽ നിന്നുള്ള ചേട്ടൻ നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു, വന്ന് നോക്കൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെങ്ങനെയാണ് വേണ്ടാന്ന് വിചാരിക്കുകയെന്ന് വെച്ചിട്ട് കയറി വയ്ക്കില്ലായിരുന്നു. അപ്പം സ്റ്റാച്ചു ഒന്നും എടുത്തില്ല ഞങ്ങൾ. പിന്നെ എന്തായാലും അവർ വിളിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് കയറിയപ്പം ഈ ഒരു അതായത് നമ്മുടെ ആലത്തിയൂരിലെ ഹനുമാൻ്റെ തന്നെ ഒരു പിക്കാണ് ഞങ്ങൾ, ആ ഒരു ഫോട്ടോ ആണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ദെൻ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഈ ആഞ്ജനേയ ഹോട്ടൽ, നമ്മൾ അവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും. അപ്പം ആ ഹോട്ടലിൽ കയറിയിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. കയറിയപാട് തന്നെ ഞങ്ങൾ 4 ചായ വേഗം ഓർഡർ ചെയ്തിട്ടാണ് കൈയൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. കാരണം ആ ഒരു ടൈമും കൂടി സേവ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. ദെൻ കൈയൊക്കെ കഴുകി വന്നപ്പോഴേക്കും ഇവിടെ ചായ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുടിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അനീതി ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചൂടുണ്ടോയെന്നൊക്കെ. അപ്പോൾ അങ്ങനെ ആ ചായ ഫസ്റ്റ് ചായ വന്നു. ദെൻ പിന്നെ ഞങ്ങൾ മസാല ദോശയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല സാമ്പാറും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതൊക്കെ കഴിച്ച് വേഗം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് അവിടെ തന്നെ നിർത്തിയിട്ടിട്ടുണ്ടാവും കുറേ ഓട്ടോസൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാൻസ്പോർട്ടിനൊന്നും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നില്ല. ബസ് ആണെങ്കിൽ ബസ്സിന് ബസ്സും ഉണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്ന് ബസ് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പലത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടും ഓട്ടോ സർവീസസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെ ഓട്ടോ നിർത്തിയിടുന്നത് കൊണ്ട് തന്നെ നമുക്ക് തിരൂരിലേക്ക്, അതായത് തൃപ്പങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താനും നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ദെൻ ഞങ്ങൾ തിരൂർ എത്തിക്കഴിഞ്ഞു. തിരൂരിൽ നിന്ന് നമ്മൾ നേരെ കാലിക്കറ്റ് ബസ് കയറിയപ്പം ആണെങ്കിൽ ബസ്സിനകത്ത് അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ തന്നെയാണ് തോന്നുന്നുണ്ട് ഫസ്റ്റ് ആയിട്ട് കയറിയത്. ദെൻ പിന്നീട് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ബസ്സിലാണ് നമ്മൾ ഒരുപാട് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് സമയം അധികം ആ ബസ്സിൽ ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എടുക്കാൻ കുറച്ച് വൈകും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഓരോ കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ടൈം അങ്ങനെ പോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫോട്ടോ ആണ് നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം എന്തായാലും ആലത്തിയൂർ സ്പെഷ്യൽ ആലത്തിയൂർ ഹനുമാനെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ദെൻ ഞങ്ങൾ അങ്ങനെ അതൊക്കെ ബാഗിൽ പാക്ക് ചെയ്തതിന് ശേഷം ഞങ്ങളിങ്ങനെ ജസ്റ്റ് ബസ്സിലിങ്ങനെ ഇരിക്കുമ്പം പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബസ്സിനകത്ത്. അപ്പം ജസ്റ്റ് അതൊക്കെ കേട്ടങ്ങനെ ഇരുന്ന്. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ്, ഈ ആലത്തിയൂരിൽ പോയ ആൾക്കാരാണോ അതോ ഇനി പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു നല്ലൊരു അമ്പലം തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ എത്തിപ്പെടാനൊന്നും ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് വേഗം ഇങ്ങനെ അതുപോലെയുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട്സുകളൊക്കെ ആശ്രയിച്ച് വരുന്നവർക്കാണെങ്കിലും ഈസിയാണ് അവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ബസ്സിൽ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ആ പാട്ടിൻ്റെ കൂടെ പാടിയും കുറച്ചൊക്കെ സ്റ്റെപ്സൊക്കെ ഇട്ടങ്ങനെ ആ ഒരു എന്താ പറയുക, ഞങ്ങൾ രണ്ടുപേരും തന്നെ ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്ത്. അങ്ങനെ ആരും കാണാനൊന്നും ഉണ്ടായിരുന്നില്ല. ആരും ഈ കണ്ടില്ലേ, ആരും നിൽക്കുന്നവരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല, ഒക്കെ ഇരിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ആരും ശ്രദ്ധിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഞങ്ങൾ ആ ഒരു ഇതിൽ ആണ് അങ്ങനെയൊക്കെ ഓരോരോ എന്താ പറയുക മൂമെൻറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നെ ഈ കണ്ടക്ടർ അതിനിടയ്ക്ക് കൂടെ അങ്ങോട്ട് പോയപ്പോഴാണ് ഞങ്ങൾ മൂപ്പരെ കണ്ടത്. വേഗം തന്നെ ക്യാമറ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങളിത് വേറൊരാളും കൂടി ഞങ്ങളെ കണ്ടു. അങ്ങനെ നമ്മൾ മെഫ്യൂസൽ സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ നേരെ നാട്ടിലേക്കുള്ള ബസ് കയറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ
അങ്ങനെ ആ ബസ്സിലാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത്. ഇതിലും പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് പോയത്. പിന്നെ എനിക്ക് ഈ മുടി എപ്പോഴും ഇങ്ങനെ എന്താ പറയുക ഫ്രണ്ടിലേക്ക് ഇട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു അസ്വസ്ഥതയാണ്. ഇപ്പോൾ നമ്മളുള്ളത് വീട്ടിലേക്കുള്ള അടുത്ത ബസ്സിലാണ്. അങ്ങനെ ഞങ്ങൾ ബസ്സുകളൊക്കെ കയറി നമ്മളിതാ നമ്മുടെ ഈ ഒരു യാത്രയുടെ എൻഡിൽ വന്നിരിക്കുകയാണ്. പിന്നെ ഇതാ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയും ഉണ്ടായിരുന്നുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ വരുമ്പം അത് കവർ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.